السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മുസ്ലിമീങ്ങളെ, മുസ്ലിമാത്തുകളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായ എല്ലാ തെറ്റുകുറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, വിശുദ്ധമാക്കപ്പെട്ട റമളാനു ഷരീഫിൻ്റെ നോമ്പെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നേട്ടമാണ് ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്നൽ ജിനാന യസ്തഖിന ഇലാ അർബഅതി നഫരിൻ സ്വാഇമി റമളാന വ താലിൽ ഖുർആന വ ഹാഫിളിൽ ലിസാൻ വ മുതഇമിൽ ജീറാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിശ്ചയം സ്വർഗങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, സ്വർഗങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. സ്വർഗങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വ്യക്തികളെ, 4 വിഭാഗം ആളുകളെ സ്വർഗം ചോദിച്ചു കൊണ്ടിരിക്കുന്നു, ആശ്രയിക്കുന്നു. ഏതാണ് ആ 4 വിഭാഗം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വാഇമി റമളാൻ, റമളാൻ മാസം നോമ്പെടുക്കുന്നതായ ആളുകളെ സ്വർഗം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. വതാലിൽ ഖുർആന, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെയും, വഹാഫിളിൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്ന ആളുകളെയും, വമുതഇമിൽ ജീറാൻ, അയൽവാസികളെ ഭക്ഷിപ്പിക്കുന്നതായ ആളുകളെയും സ്വർഗങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. 1, റമളാൻ മാസത്തിൽ നോമ്പെടുക്കുന്നതായ ആളുകളെ സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. 2, വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ സ്വർഗം ചോദിച്ചു കൊണ്ടിരിക്കുന്നു. വഹാഫിളിൽ ലിസാന്, 3, നാവിനെ സൂക്ഷിക്കുന്നതായ ആളുകളെയും സ്വർഗം ചോദിച്ചു കൊണ്ടിരിക്കുന്നു. വമുതഇമിൽ ജീറാന, അയൽവാസികളായ ആളുകൾ, പാവപ്പെട്ട അയൽവാസികളായ ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചും സ്വർഗം ചോദിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ സ്വർഗത്തിനെ ചോദിക്കുകയല്ല, സ്വർഗം ആ ആളുകളെ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രക്കാരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, വ ഇന്നല്ലാഹ യഗ്ഫിറു ലിൽ അബ്ദിൽ മുസ്ലിമി ഇൻദൽ ഇഫ്താർ മാ ശിഅത ഇലൈഹി റിജ്ലഹു വമാ ഖബലത അലൈഹി യദാഹു വമാ നളറത ഇലൈഹി ഐനാഹു വമാ സമിഅത ലഹു ഉദ്നാഹു വമാ നുതിഖ ബിഹി ലിസാനിഹി വമാ അദഥ ബിഹി ഖൽബിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മുസ്ലിമായ ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് തുറക്കുന്നതിൻ്റെ അടുത്ത് പുറത്തു കൊടുക്കുന്നതാണ്. എന്താ പുറത്തു കൊടുക്കുന്നത്? മാ ശിഅത ഇലൈഹി റിജ്ലഹു, അവൻ്റെ കാലുകൾ ഏത് തെറ്റിലേക്കാണോ നടന്നത് ആ തെറ്റിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നു. വമാ ഖബലത അലൈഹി യദാഹു, തൻ്റെ കൈകൾ ഏത് തെറ്റിലേക്കാണോ പ്രവർത്തിച്ചത് ആ കൈകൾക്ക് വേണ്ടിയുള്ളതായ പാപം അല്ലാഹു തആല പൊറുക്കുന്നു. വമാ നളറത ഇലൈഹി ഐനാഹു, കണ്ണുകൾ കൊണ്ട് ഏത് പാപത്തിലേക്കാണോ, ഏത് തെറ്റിലേക്കാണോ നോക്കിയതെങ്കിൽ ആ കണ്ണിൻ്റെ പാപത്തിനെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു.
വമാ സമിഅതഹു ഉദ്നാഹു, ഏതെല്ലാം തെറ്റുകളാണോ ചെവികൾ കൊണ്ട് കേട്ടിട്ടുള്ളത് ആ കേട്ടതിനെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. വമാ നതഖ ബിഹിൽ ലിസാനുഹു, നാവ് കൊണ്ട് ചെയ്തതായ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു, തെറ്റുകൾ പുറത്തു കൊടുക്കുന്നു. വമാ ഹദസ ബിഹി ഖൽബുഹു, ഹൃദയങ്ങളെ കൊണ്ട് ചിന്തിച്ചു പോയതായ മറ്റുള്ളൊരാളെ കുറിച്ച് ചിന്തിച്ചു പോയതായ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. ആർക്ക് വേണ്ടി? ഒരു മുസ്ലിമായ അടിമക്ക് പുറത്തു കൊടുക്കുകയാണ്. ഇന്ദൽ ഇഫ്താരി, നോമ്പ് തുറക്കുന്നതിൻ്റെ സമയത്ത്. നോമ്പ് തുറക്കാൻ എടുക്കുന്ന സമയമുണ്ടല്ലോ, ഞാൻ 2 ദിവസം മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞു, ആ സമയത്തുള്ള പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് അല്ലേ? അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ വക കാര്യങ്ങളുടെയൊക്കെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. പിന്നെ മനുഷ്യനിക്ക് എവിടെ പാപം? എവിടെ തെറ്റ്? ഇങ്ങനെ 30 ദിവസം തുടർന്നു കൊണ്ടു കഴിഞ്ഞാലോ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? മാത്രമല്ല, സ്വർഗം ആ മനുഷ്യനെ സംബന്ധിച്ച് ചോദിക്കല്ലേ, സ്വർഗം ആഗ്രഹിക്കല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമാക്കപ്പെട്ട റമളാനു ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, പാപികളായ നമ്മെ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ അല്പം ചില ദിക്റുകളെ കൊണ്ട് ലൈവിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 9:30, 9:45 ആകുമ്പോഴേക്ക് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, എന്നൊരു ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നാളെ വെള്ളിയാഴ്ച ദിവസം, റമളാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ കീഴിൽ സഹചാരി ഫണ്ട് കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ പള്ളികളിലും. അപ്പം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ വീട്ടിലുള്ള മക്കളുടെ അരികിൽ, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ കയ്യിൽ നമ്മളാൽ കഴിയുന്ന ഒരു സംഖ്യ അതിലേക്ക് കൊടുത്ത് അത് വൻ വിജയമാക്കണം. പാവപ്പെട്ടതായ രോഗികൾക്ക് വേണ്ടി നമ്മളാൽ ആ റമളാനു ശരീഫിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച SKSSF നടത്തുന്ന സഹചാരി ഫണ്ട് കളക്ഷനാണ്. എല്ലാവരും അത് വിജയിപ്പിക്കുക. മാത്രമല്ല, നമ്മളൊരു സംഭാവന, ഒരു ചെറിയ സംഖ്യ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നാളെ പരലോകത്തും ദുന്യാവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പല നേട്ടങ്ങളും നമുക്ക് ലഭിക്കും, നമുക്ക് തരും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഏത് സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ നമുക്കുണ്ടാവും. ഈ പറയപ്പെട്ട ആളുകളുടെയൊക്കെ പ്രാർത്ഥനകൾ നമുക്കുണ്ടാവും. അതുകൊണ്ട് അതിലേക്കൊരു സംഭാവന നമ്മൾ എന്ത് ചെയ്യുക? മനസ്സുരുകി നമ്മൾ അതിലേക്ക് കൊടുത്തയക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. സംഭാവനകളും സ്വതക്കകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.